പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയത് സൾഫൈഡിന്റെയും അമോണിയത്തിന്റെയും അമിത അളവ് കാരണം. രാസമാലിന്യം അതിവേഗം വ്യാപിച്ചത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നും കുഫോസിന്റെ റിപ്പോർട്ട്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, എന്താണ് കുഫോസ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കമായി അറിയാൻ കഴിയുന്നത്? വേണു, പെരിയാറിൽ വ്യാപകമായി മത്സ്യക്കുരുതി നടന്നതിന് പിന്നാലെ ചത്ത മീനുകളുടെ സാമ്പിളുകൾ കുഫോസ് ശേഖരിച്ചിരുന്നു. അതിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സൾഫൈഡിന്റെയും അമോണിയത്തിന്റെയും അമിത അളവാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കണ്ടെത്തലുള്ളത്. ഒപ്പം മീനുകൾ ഈ പെരിയാറിൽ മാലിന്യങ്ങൾ കലർന്ന 1 മണിക്കൂറിനുള്ളിൽ മീനുകൾ ചത്തുപൊങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ ഉള്ള ഒരു വിഷം കലരലല്ല അവിടെ ഉണ്ടായത്, രാസവസ്തുക്കൾ കലരലല്ല ഉണ്ടായത് എന്നുള്ളതാണ് റിപ്പോർട്ട് സാധൂകരിക്കുന്നത്. അതിവേഗം മീനുകൾ ചത്തുപൊങ്ങി. അത് പെരിയാറിലെ മത്സ്യസമ്പത്തിനെ ആകമാനം ബാധിക്കുന്ന ഒരു ദുരന്തമായി മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം ചില നിർദ്ദേശങ്ങൾ കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പുറമെ കുഫോസ് സർക്കാരിന് നൽകിയിട്ടുണ്ട്. പെരിയാറിലെ മാലിന്യത്തിന്റെ അളവ് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു സ്ഥിരം സംവിധാനം ഒരുക്കണം എന്നുള്ളൊരു പുതിയ നിർദ്ദേശം കൂടി കുഫോസ് സർക്കാരിന് നൽകിയിട്ടുണ്ട്. അത് കളക്ടർ അടക്കമുള്ള ആളുകളുടെ സഹായത്തോടു കൂടി അത് കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷിച്ചില്ലെങ്കിൽ ഇതേ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് കുഫോസ് മുന്നറിയിപ്പായി നൽകുന്നതും. ഒപ്പം AI സംവിധാനത്തോടെ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നുള്ള ഒരു പുതിയ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിന് മുന്നിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ ഫിഷറീസ് വകുപ്പുമായി ആലോചിച്ചാകും ഉണ്ടാവുക. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ആധികാരികമായ റിപ്പോർട്ട്. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.